നമസ്കാരം, ഡോക്ടർ സൗമ്യ സരനാണ്. നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് ഒരു 1.5 വയസ്സിൽ താഴെയുള്ള നമുക്ക് ഇത്തരത്തിൽ പിടിക്കാൻ ഈ ഒരു പ്രായം അല്ലെങ്കിൽ ഈ ഒരു ശരീര വലിപ്പമുള്ള ഒരു കുഞ്ഞ് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി ഒരു അപകടം നിങ്ങൾ കാണുകയാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാർത്തകളാണ് കുഞ്ഞ് റംബൂട്ടാൻ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, അല്ലെങ്കിൽ പാല് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, കളിപ്പാട്ടത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള അപകടങ്ങളാണ്. എന്താണ് ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുക? എന്ത് ചെയ്താൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാം? അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നോക്കൂ, ഇതാണ് ആ കുഞ്ഞെന്ന് വിചാരിക്കുക. ഏകദേശം 1.5 വയസ്സിൻ്റെ ഉള്ളിലാണ് പലപ്പോഴും നമ്മൾ ഈ അപകടം കാണാറുള്ളത്. കാരണം ആ സമയത്താണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നടന്ന് പലതും എടുത്ത് വായിലിടാനുള്ള സാധ്യത. അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള കുട്ടിയായിരിക്കണം. അതായത് ബോധം പോകാൻ പാടില്ല. ബോധം ഇല്ല ആ കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ CPR ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് തൊണ്ടയിൽ എന്തോ വിഴുങ്ങി ശ്വാസം കിട്ടാതെ ബോധത്തിൽ വെപ്രാളം അല്ലെങ്കിൽ പെടയുന്ന ഒരു കുഞ്ഞിനെയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലൊരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളൊരു റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ ഇത്തരത്തിൽ ഇരിക്കുക, വെപ്രാളപ്പെടാതെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഒരു ചെയറിൽ ഇരിക്കുക. എന്നിട്ട് ആ കുഞ്ഞിനെ നിങ്ങളുടെ ഇടത് കൈയിൽ ഇത്തരത്തിൽ കമിഴ്ത്തി കിടത്തുക. തലകീഴായിട്ട്, തല താഴെ വരുന്ന രീതിയിൽ വേണം കമിഴ്ത്തി കിടത്താൻ. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പിടിക്കരുത്. അതായത് കുഞ്ഞിൻ്റെ വായും മുഖവും മൂക്കും ഒക്കെ പൊത്തി ഇത്തരത്തിൽ പിടിക്കരുത്. അത് ഫ്രീ ആവുന്ന രീതിയിൽ ഇത്തരത്തിൽ വേണം പിടിക്കാൻ. അതായത് വായും മൂക്കും ഒക്കെ ഫ്രീ ആയിരിക്കണം. ഇത്തരത്തിൽ നിങ്ങളുടെ ഇടത് കൈയിൽ ആ കുഞ്ഞിനെ താങ്ങി തലകീഴായി കിടത്തുക. എന്നിട്ട് നിങ്ങളുടെ വലത് കൈ കൊണ്ട് കുഞ്ഞിന് 5 ബാക്ക് സ്ലാപ്പുകൾ കൊടുക്കുക. സ്ലാപ്പ് എന്നാൽ അടി എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ 1 2 3 4 5 ഇത് അടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയല്ല അടിക്കേണ്ടത്. അതായത് ഇങ്ങനെയല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡയറക്ഷനിൽ 1 ഇങ്ങനെ മുന്നോട്ടുള്ള ഡയറക്ഷനിലാണ് നമ്മൾ 5 ബാക്ക് സ്ലാപ്പുകൾ കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ നിങ്ങൾ വലത്തെ കൈയിൽ കുഞ്ഞിനെ തിരിച്ച് കിടത്തുക. എന്നിട്ട് ഈ 2 നിപ്പിൾ ലൈൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഇടത് കൈയിൻ്റെ പാം, ഹീൽ ഓഫ് ദ പാം കൊണ്ട് ഇതേ രീതിയിൽ തന്നെ 1 2 3 4 5 ചെസ്റ്റ് ത്രസ്റ്റ്, 5 ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കുക. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. 1 2 3 4 5 1 2 3 4 5 ഇത് എത്ര നേരം കണ്ടിന്യൂ ചെയ്യണം? ഇത് റെസ്പോൺസീവ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഇത് ഒന്നുകിൽ കുഞ്ഞിൻ്റെ വായിലുള്ള അല്ലെങ്കിൽ തൊണ്ടയിലുള്ള സംഭവം പുറത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം സക്സസ്ഫുൾ ആയി, കുഞ്ഞ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കുഞ്ഞ് അൺറെസ്പോൺസീവ് ആവണം. നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെസ്പോൺസീവ് ആയിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മളിത് നിർത്തണം. പിന്നെ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? CPR ആണ് ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളുടെ CPR എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇത് ഫോറിൻ ബോഡി ആസ്പിരേഷൻ, അതായത് എന്തോ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ പെടയുന്ന ഒരു കുഞ്ഞ് എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. സോ ഇത് കണ്ടിന്യൂ ചെയ്യുക ടിൽ ഇത് ആ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ നിന്ന് അത് പോകുന്നത് വരെ, അല്ലെങ്കിൽ കുഞ്ഞ് അൺറെസ്പോൺസീവ് ആവുന്നത് വരെ. അൺറെസ്പോൺസീവ് ആയി കഴിഞ്ഞാൽ CPR ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. കാരണം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു അപകടമാണ് ഇത്. വീട്ടിൽ ഞാൻ മുന്നേ പറഞ്ഞു, BLS നമ്മൾ CPRൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ബേസിക് ലൈഫ് സപ്പോർട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അല്ലാതെ മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. സോ ഇത് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കും.